ക്യാമ്പയിൻ കണ്ട് അവന് മനസ്സിലായത് വേറെന്തോ ആയിരിക്കും. നമ്മൾ വിൽക്കാൻ ശ്രമിച്ച കാര്യമല്ല അയാൾക്ക് മനസ്സിലായത്. അതെ, അങ്ങനെ വരുന്ന ലീഡുകളുണ്ട്. അപ്പോൾ ശരിക്കും അത് ജങ്കാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജങ്കല്ല, അയാൾക്ക് മനസ്സിലായത് വേറെന്തോ. പക്ഷെ ഒരു സെയിൽസ് പോയിന്റ് ഓഫ് വ്യൂവിൽ, സെയിൽസ് ടീമിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ അത് ജങ്കാണ്. ഓക്കെ. അങ്ങനെ റിയൽ ജങ്ക് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ചെറിയൊരു പെർസെൻറ്റേജ് കയറി വരുന്നുണ്ട്. കാര്യം നമ്മളിവിടെ ഒരു ക്യാമ്പയിൻ നടത്തുമ്പോഴത്തേക്കും ആഫ്രിക്കയിൽ നിന്നും അന്റാർട്ടിക്കയിൽ നിന്നും ഒക്കെ ലീഡുകൾ കയറി വരുന്ന സാഹചര്യം. ഇത് വിളിക്കുമ്പോഴത്തേക്കും നമ്മൾ പറയുന്ന അവർക്ക് മനസ്സിലാകുന്നില്ല, അവർ പറയുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല. ശരിയാണ്. ഫിൻപ്രൂവ് സ്കില്ലപ്പ് പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ SR നായർ. ഇന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു പ്രൊഫഷണൽ ടേൺഡ് ഓൺട്രപ്രനോറിനെയാണ്. അദ്ദേഹം രാജ്യ അന്തര ലെവലിൽ പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൻ്റെ സംരംഭ മേഖലയിൽ ഒരറിയപ്പെടുന്ന നാമമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പേര് ആനന്ദ് കുമാർ എന്നാണ്. പ്രൊഫഷണലി ഹീ ഈസ് എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്. ദുബായിലും നെതർലൻഡ്സിലും ഹോങ്കോങ്ങിലുമൊക്കെ EY എന്ന സ്ഥാപനത്തിൻ്റെ കൺസൾട്ടിംഗ് പ്രൊഫൈലിൽ വർക്ക് ചെയ്യുകയും അവിടെ ഡയറക്ടർ ലെവലിൽ എത്തിച്ചേരുകയും ചെയ്തതിന് ശേഷം നാട്ടിലേക്ക് മടങ്ങുകയും കേരളത്തിൽ മൾട്ടിപ്പിൾ ഫുട് പ്രിൻറ്റ്സ് ഉള്ള ഒരു ഓഡിറ്റിംഗ് കൺസൾട്ടിംഗ് കമ്പനി ഉണ്ടാക്കി കേരളത്തിൽ വർത്തിക്കുകയും അതിനുശേഷം ഫിൻപ്രൂവ് എന്ന സ്ഥാപനം അദ്ദേഹം തുടങ്ങുകയും ചെയ്തു. അപ്പോൾ ഫിൻപ്രൂവിൻ്റെ ബേസിക് പർപ്പസ് സ്കില്ലിംഗ് ആണ്. അവരുടെ മോട്ടോ തന്നെ സ്കില്ലപ്പ് റൈസപ്പ് എന്നാണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വഴി നമ്മൾ കസ്റ്റമറിൽ റീച്ച് ഔട്ട് ചെയ്ത് എങ്ങനെയാണ് പ്രോഗ്രസ്സും റവന്യൂവും പ്രോഫിറ്റബിലിറ്റിയൊക്കെ എത്തിച്ചേരുക എന്ന കാര്യത്തിനെ പറ്റിയാണ്. പക്ഷേ ഇന്ന് മിസ്റ്റർ ആനന്ദ് ഒരു വളരെ അനലിറ്റിക്കൽ പവറുള്ള വ്യക്തിയായത് കാരണവും കൂടാതെ വളരെ ചുരുക്കം വാക്കുകളിൽ സംസാരിക്കുന്ന വ്യക്തിയായത് കാരണവും നമ്മൾ അദ്ദേഹത്തിൻ്റെ അനലിറ്റിക്കൽ സ്കില്ലിലേക്കാണ് കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ പോഡ്കാസ്റ്റിൽ ഇതിനു മുമ്പുള്ള പോഡ്കാസ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവിടെ എങ്ങനെയുണ്ടായി, ഏത് റിസൾട്ട് വന്നു, എന്താണ് ഔട്ട്കം എന്ന അക്കാര്യത്തിലായിരുന്നു കൂടുതലായിട്ട് നമ്മൾ സമയം ചിലവെടുത്തിരുന്നത്. എന്നാൽ ഇവിടെ ഇന്ന് ഇതെങ്ങനെയാണ്, ഇതിനുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് എങ്ങനെയാണ്, ഇതിനുള്ള അനാലിസിസിൻ്റെ ആക്ഷൻസ് അല്ലെങ്കിൽ അനാലിസിസിൻ്റെ ഡിസ്കഷൻസാണ് നമ്മൾ ഇന്ന് കൂടുതലായി ചെയ്യാൻ പോകുന്നത്. ആനന്ദ്, വെൽക്കം ടു ദ പോഡ്കാസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു. ആനന്ദ്, നൗ ഈ നമ്മൾ സാധാരണ പറയുന്നത് നിങ്ങൾ ഈ ഫിൻപ്രൂവ് എന്ന സ്ഥാപനം നടത്തി ഇപ്പോൾ 4-5 വർഷമായിട്ട് മുന്നോട്ട് കൊണ്ടുവരികയും ആ സ്ഥാപനം ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെ എങ്ങനെ മാക്സിമം മാർക്കറ്റിലേക്ക് റീച്ച് ഔട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രക്രിയ എന്താണെന്ന് മനസ്സിലാക്കുകയും അത് കഴിഞ്ഞിട്ട് അതിലുള്ള ഒരു അനലിറ്റിക്കൽ കോണ്ടന്റ് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക എന്ന കാര്യം കൂടി നമ്മുടെ പ്രേക്ഷകർക്ക് എത്തിക്കുകയാണ് നമ്മുടെ ഇന്നത്തെ ഒബ്ജക്റ്റീവ്. എങ്ങനെയാണ് ശരിക്കും നിങ്ങൾ ഒരു സംരംഭത്വം തുടങ്ങുമ്പോഴത്തേക്ക് പല രീതിയിലും നമുക്ക് കസ്റ്റമറിൽ റീച്ച് ഔട്ട് ചെയ്യാം. ഇപ്പോൾ സ്കില്ലെന്ന് പറയുമ്പോൾ സ്റ്റുഡൻസ്, പ്രൊഫഷണൽസ്, അവരെയൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് എയിം ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ഫോക്കസ് ചെയ്യുക. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ കൂടുതലായി പ്രാമുഖ്യം കൊടുത്തത് എന്ന് പറയാം? നമ്മൾ ഏതൊരു B2C ബിസിനസ്സിനെ പോലെ നമ്മൾക്ക് റീച്ച് ഔട്ട് ചെയ്യേണ്ട ഓഡിയൻസ് വളരെ ലാർജാണ്. യെസ്. അത് ജോഗ്രഫിക്കലി വളരെ ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പല പല ജില്ലകളിൽ പല പല കോളേജുകളിൽ പഠിക്കുന്ന കുട്ടികളാണല്ലോ നമ്മൾ റീച്ച് ഔട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇവരിലേക്ക് ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് എത്തുക എന്ന് പറയുന്ന നമ്മുടെ ഫ്രണ്ടിലുള്ള മാർഗം ഡിജിറ്റൽ ചാനൽസ് മാത്രമേ ഉള്ളൂ. ഓക്കെ. നമ്മൾ തുടങ്ങിയ കാലത്ത് ഇൻസ്റ്റയൊന്നും ഇത്ര ആക്റ്റീവ് ആയിരുന്നില്ല. അതെ. നമ്മളൊന്ന് കൂടുതലും ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഫേസ്ബുക്ക് പോലെയുള്ള മീഡിയമായിരുന്നു ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു പോയിന്റ് കഴിയുമ്പോഴത്തേക്കും ഫേസ്ബുക്കിലുള്ള സ്റ്റുഡൻറ് ഓഡിയൻസ് മൊത്തം ഇൻസ്റ്റയിലേക്ക് വരികയും വേറൊരു ജനറേഷനിലെ ഓഡിയൻസ് മാത്രമേ ഫേസ്ബുക്കിലുണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മൾ ആ ടൈമിൽ അതിനനുസരിച്ചിട്ട് നമ്മുടെ മീഡിയം, നമ്മുടെ ചാനൽ മാറ്റി ഇൻസ്റ്റയിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. കാര്യം കുട്ടികൾ കൂടുതലും സമയം സ്പെൻഡ് ചെയ്യുന്ന ഇൻസ്റ്റയിലാണ്. അപ്പോൾ അവരുടെ അറ്റൻഷൻ ക്യാപ്ചർ ചെയ്യാനായിട്ട് അതിലേക്ക് പോവുക എന്നുള്ളൊരു ഓപ്ഷൻ നമ്മുടെ ഫ്രണ്ടിൽ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ. അപ്പം ശരിക്കും മേ ബി ഒരു നമ്മൾ ജെൻ സി എന്ന് പറയുന്നതിന് മുമ്പുള്ള അല്ലെങ്കിൽ ജെൻ എക്സിൻ്റെ ലേറ്റസ്റ്റ് ലെവലിലുള്ള ആൾക്കാർ FBയിൽ നിന്ന് ജെൻ സി വരുമ്പോഴത്തേക്ക് ഒരു ഇൻസ്റ്റയിലേക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ള ജെൻ എക്സ്കാരും കുറേ പേര് ഇൻസ്റ്റയിലേക്ക് മാറിയുണ്ട്. അപ്പോൾ ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്നത് ഒരു നല്ല
കമ്മ്യൂണിക്കേറ്റീവ് മീഡിയമായിട്ട് മാറുകയുണ്ടായി. അപ്പോൾ അവരെ ക്യാപ്ചർ ചെയ്യുക, അല്ലെങ്കിൽ അവരിൽ നമ്മുടെ മെസ്സേജ് എത്തിക്കുക എന്നുള്ളത്. അപ്പോൾ ശരിക്കും നമ്മൾ സാധാരണ ഇതിനൊരു സോഷ്യൽ മീഡിയ എന്ന ലെവലിലാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ ഇൻസ്റ്റ അല്ലെങ്കിൽ ഫേസ്ബുക്ക് കൂടാതെ ലിങ്ക്ഡിൻ ആയിട്ടും അല്ലെങ്കിൽ യൂട്യൂബൊക്കെ ഇതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയ ചാനൽസ് ആയിട്ടാണ് കിടക്കുന്നത്. ഇപ്പോൾ ഇൻസ്റ്റയിൽ മാത്രമായിരുന്നു, ബാക്കിയുള്ള സോഷ്യൽ മീഡിയ ചാനൽസിലും ഒക്കെ ആക്റ്റീവ് ആകാൻ ശ്രമിച്ചിരുന്നു. നമ്മൾ പ്രൈമറിലി ലീഡ് ക്യാപ്ചർ ചെയ്യാന്ന പർപ്പസിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും അല്ലെങ്കിൽ മെറ്റ എന്ന് പറയുന്ന കമ്പനിയുടെ ചാനൽസ് ഒക്കെ. പക്ഷേ നമ്മൾ കോണ്ടന്റ് കൂടുതൽ ഓഡിയൻസിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് യൂട്യൂബ് വഴിയാണ്. കാര്യം ഒരു ഓഡിയൻസ് ജെനുവൻ ആയിട്ടുള്ള കോണ്ടന്റ് കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട്, സീരിയസ് ആയിട്ടുള്ള കോണ്ടന്റ് കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോഴും പോകുന്ന യൂട്യൂബിൽ തന്നെയാണ്. അപ്പോൾ യൂട്യൂബിൽ നിന്ന് നമ്മൾ കോണ്ടന്റ് മാർക്കറ്റിംഗ് വഴി ആൾക്കാരെ എത്തിക്കാൻ ശ്രമിക്കുകയും ലീഡ് ജനറേഷനും ബ്രാൻഡ് ബിൽഡിങ്ങിനും വേണ്ടിയിട്ട് നമ്മൾ ഇൻസ്റ്റാ പോലെ മെറ്റ പോലെയുള്ള ചാനലുകൾ ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ കുറച്ചുകൂടെ ഒരു പ്രൊഫഷണൽ ഓഡിയൻസിനെ നമ്മൾക്ക് ഉറപ്പായിട്ടും ലിങ്ക്ഡിനിലാണ് അവർ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ലിങ്ക്ഡിനിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതിലും ഒരു സോഷ്യൽ മീഡിയ എന്നുള്ള രീതിയിൽ സ്പെൻഡ് ചെയ്യുന്നതിലും അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ നെറ്റ്വർക്ക് എന്നുള്ള രീതിയിൽ സ്പെൻഡ് ചെയ്യുന്നതിലും തെറ്റില്ല എന്നുള്ളതാണ് ഇതുവരെ ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് മനസ്സിലായത്. സാധാരണയായിട്ട് നമ്മൾ ഇതൊരു അറിവിന് വേണ്ടി ചോദിക്കുന്ന ചോദ്യമാണ്. ഞാൻ പലപ്പോഴും ഡിജിറ്റൽ മാർക്കറ്റിംഗ് നടത്തുന്ന ആൾക്കാരോട്ട് സമ്മതിക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ അവരുമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്ക് കാണുന്ന ഒരു കാര്യം, ഈ ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റ അതിലൊക്കെ വരുന്ന ഒരു എൻക്വയറീസിന് ഒരു വാല്യൂ ഇല്ല, ഒരു മൂല്യമില്ല എന്നും, അല്ലെങ്കിൽ അങ്ങനെ വരുന്ന എൻക്വയറികളിൽ വളരെ ചെറിയൊരു പെർസെൻറ്റേജ് മാത്രമേ കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ എന്നും ഒരു 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 സംസാരമുണ്ട്. അതിനെപ്പറ്റി എന്താണ് പറയാൻ? അത് വളരെ റിയൽ ആയിട്ട് ജെനുവൻ ആയിട്ടുള്ള ഒരു കൺസേൺ തന്നെയാണ്. ഈ നെറ്റ്വർക്ക്സ് എല്ലാം ചെയ്യുന്നത് നമ്മളൊരു ആഡ് റൺ ചെയ്തു, അതിലേക്ക് ഒരാൾ ഒരു ലീഡ് ഇട്ട് കഴിഞ്ഞാൽ ഈ പെർട്ടിക്കുലർ ലീഡിനെ ഈ ആഡ് ഇട്ടേക്കുന്ന എല്ലാവരുടെ അടുത്തും മറ്റേ എത്തിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലീഡ് ഒരു 5 പേർക്ക് 6 പേർക്ക് ഒരേ സമയം ആ ലീഡ് കിട്ടി. പിന്നെ ആ ലീഡ് കിട്ടുന്നത് ഒരു പോയിന്റ്, പക്ഷെ ലീഡ് കിട്ടിക്കഴിഞ്ഞിട്ട് ഉള്ള ആക്ടിവിറ്റിക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരു ലീഡ് വീണു, അതിനെ എത്ര ടൈമിനുള്ളിൽ കോണ്ടാക്ട് ചെയ്തു, നമ്മൾ ആ ലീഡിനെ വളരെ സൗകര്യപൂർവ്വം ഒരു ദിവസം 2 ദിവസം 3 ദിവസമൊക്കെ കഴിഞ്ഞ് വിളിക്കുമ്പോൾ ലീഡിന്റെ വഴിക്ക് പോയിട്ടുണ്ടാവും. അപ്പം ആ ലീഡ് മാനേജ്മെന്റ് വളരെ ക്രിട്ടിക്കലാണ്. എത്ര ഫാസ്റ്റായിട്ട് നമ്മൾ അതിലേക്ക് എത്തുന്നു എന്നുള്ളത്. എന്നാൽ തന്നെയും ഈ സാധാരണ ജങ്ക് ലീഡ്സ് എന്നൊരു വാക്കുണ്ട്. ഈ ജങ്ക് ലീഡ്സിന്റെ പെർസെൻറ്റേജ് വളരെ കൂടുതലാണ് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ജങ്ക് ലീഡ്സ് ഉണ്ടാകുന്നത്? ഇതിൽ ഇപ്പം നമ്മുടെ എക്സ്പീരിയൻസിലും നമ്മൾ അനലൈസ് ചെയ്തേക്കുന്ന പല ബിസിനസിന്റെ എക്സ്പീരിയൻസിൽ ഇതിൽ കുറേ മാർക്കറ്റിംഗ് കോൾസ് കയറി വരും. ഈ ജങ്ക് എന്ന് പറയുന്നത് ഒരു പക്ഷേ ശരിക്കും റിയൽ ജങ്ക് ആവണമെന്നില്ല. അതായത് നമ്മളുടെ ക്യാമ്പയിൻ കണ്ട് അവന് മനസ്സിലായത് വേറെന്തോ ആയിരിക്കും, നമ്മൾ വിൽക്കാൻ ശ്രമിച്ച കാര്യമല്ല അയാൾക്ക് മനസ്സിലായത്. അങ്ങനെ വരുന്ന ലീഡുകളുണ്ട്. അപ്പോൾ ശരിക്കും അത് ജങ്കാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജങ്കല്ല, അയാൾക്ക് മനസ്സിലായത് വേറെന്തോ. പക്ഷെ ഒരു സെയിൽസ് പോയിന്റ് ഓഫ് വ്യൂവിൽ, സെയിൽസ് ടീമിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ അത് ജങ്കാണ്. അങ്ങനെ റിയൽ ജങ്ക് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ചെറിയൊരു പെർസെൻറ്റേജ് കയറി വരുന്നുണ്ട്. കാരണം നമ്മളിവിടെ ഒരു ക്യാമ്പയിൻ നടത്തുമ്പോഴത്തേക്കും ആഫ്രിക്കയിൽ നിന്നും അന്റാർട്ടിക്കയിൽ നിന്നും ഒക്കെ ലീഡേഴ്സിൽ കയറി വരുന്ന സാഹചര്യം. ഇത് വിളിക്കുമ്പോഴത്തേക്കും നമ്മൾ പറയുന്ന അവർക്ക് മനസ്സിലാകുന്നില്ല, അവർ പറയുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല. ശരിയാണ്. ഇതിൽ ഈ നമ്മൾ സാധാരണയായിട്ട് ഇപ്പോൾ ആനന്ദ് പറഞ്ഞു, ഒരു ലീഡ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലീഡ് മാനേജ്മെന്റ് എങ്ങനെയാണ്, എത്ര പെട്ടെന്നാണ്, എത്ര ഇഫക്റ്റീവായിട്ട് നമുക്ക് അവിടെ എത്തിച്ചേരാൻ സാധിക്കുന്നു എന്നുള്ളതിലാണ് എൻ്റെ സക്സസ് ഇരിക്കുന്നതെന്ന് പറഞ്ഞു. പല സ്ഥാപനങ്ങളും ആ മേഖലയിൽ വളരെ പുറത്തോട്ടാണ്, അല്ലെങ്കിൽ വളരെ ഇൻഎഫക്റ്റീവാണ്, അല്ലെങ്കിൽ വളരെ ഡിലേഡ് ആയിട്ടുള്ള ഒരു റെസ്പോൺസാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് പക്ഷേ ഏതൊരു ഓർഗനൈസേഷനിൽ പോയി കഴിഞ്ഞാലും അവിടെ ഒരു ചെറിയ ഒരു 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 മസിൽ പിടുത്തമുണ്ട്. അതായത് ഈ ലീഡ് ജനറേറ്റ് ചെയ്യുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗുകാരനും ഈ ലീഡ് ക്ലോസ് ചെയ്യാൻ ശ്രമിക്കുന്ന ആ കൗൺസിലർ അല്ലെങ്കിൽ സെയിൽസ് പേഴ്സൺ തമ്മിൽ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 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 സംവാദം എന്ന് പറയുന്നത് ക്വാളിറ്റി ലീഡല്ല, ചുമ്മാ ലീഡിന് വേണ്ടി ലീഡ് ഉണ്ടാക്കുന്നത്, നമുക്ക് പ്രോബ്ലം ഉണ്ടോ അതല്ലാതെ നമുക്ക് ക്ലോസ് ചെയ്യത്തക്ക രീതിയിലുള്ള ക്വാളിറ്റി ലീഡ്സ് ഉണ്ടാകുന്നില്ല എന്ന് പല സ്ഥാപനങ്ങളിലും കേൾക്കാറുണ്ട്. അത് ശരിയാണോ? ഇത് ചെറിയൊരു പ്രശ്നമല്ല, ഇത് വളരെ വലിയൊരു ഒരു അടിയാണ് പല ഓർഗനൈസേഷൻസിലും നടക്കുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീമിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ അവർ ക്യാമ്പയിൻ നടത്തി, അവരിപ്പം ഡെയിലി രാവിലെ ഒരു 50 ലീഡ് അല്ലെങ്കിൽ 100 ലീഡ് സെയിൽസ് ടീമിന് ഹാൻഡ് ഓവർ ചെയ്തു.
അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ അവർ ചെയ്യേണ്ട ജോലി അവർ ചെയ്തു എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അതെ, അവർ കൊടുക്കേണ്ട ക്വാളിറ്റിയിൽ അവർ കൊടുത്തു എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഇത് സെയിൽസ് ടീമിന്റെ അടുത്ത് എത്തുമ്പോഴത്തേക്കും അവരുടെ പിക്ചർ വളരെ ഡിഫറെന്റാണ്. അതെ, ഈ തന്ന ഓഡിയൻസ് റൈറ്റ് ആയിട്ടുള്ള ഒരു ഓഡിയൻസ് ആയിരുന്നില്ല, ഇത് വെറുതെ എൻക്വയറി ചെയ്തതാണ്, ഇത് മാർക്കറ്റിംഗ് കോൾ ആയിരുന്നു, വിളിച്ചിട്ട് കിട്ടുന്നില്ല തുടങ്ങിയ പ്രശ്നങ്ങൾ. അതിനുശേഷം ഇതിനകത്ത് വളരെ ഹെൽത്തി ആയിട്ട് ഒരു സിസ്റ്റം ഉണ്ടാവണം, എന്നാൽ മാത്രമേ ഇത് വർക്ക് ചെയ്യൂ. അപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീം കൊടുക്കുന്ന ലീഡുകൾ കറക്റ്റ് ആണോ എന്ന് ഓഡിറ്റ് ചെയ്യാനുള്ള ഒരു സിസ്റ്റവും ഇപ്പം പലപ്പോഴും ഞാൻ കണ്ടിരിക്കുന്ന ഒരു എക്സാമ്പിൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീം ചെന്നിട്ട് ഈ ലീഡിന്റെ ട്രാക്ക് നോക്കുമ്പോഴത്തേക്കും ഇവർ ലീഡ് വന്നിട്ട് ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും വിളിച്ചിട്ടുണ്ടാവുക. ഇനി ആദ്യത്തെ കോൾ കഴിഞ്ഞതിന് ശേഷം ചിലപ്പം 3ാമത്തെ ദിവസമായിരിക്കും അടുത്ത ഫോളോ അപ്പ് ചെയ്തേക്കുന്നത്. അത് ചെയ്യേണ്ട ഫോളോ അപ്പ് ചെയ്തില്ല. ഇങ്ങനെയുള്ള പല രീതിയിലുള്ള ഗ്യാപ്പുകളും 2 ഭാഗത്തുനിന്നുമുണ്ട്. സെയിൽസ് ടീമിന്റെ ഭാഗത്തുനിന്നുമുണ്ട്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീമിന്റെ ഭാഗത്തുനിന്നുമുണ്ട്. അപ്പോൾ ഇത് അലൈൻഡ് ആയി പോയില്ല എന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീം എന്നും കുറേ ഫണ്ട് സ്പെൻഡ് ചെയ്ത് കുറേ ലീഡുകൾ കൊണ്ടുവരുന്നു, ഇപ്പുറത്ത് ഉള്ളവർ അത് കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യാത്തത് കൊണ്ടോ അവർക്ക് വേണ്ട ലീഡുകൾ അല്ലാത്തത് കൊണ്ടോ ഈ പ്രോസസ്സിൽ ഭയങ്കര വലിയൊരു ലോസ് സംഭവിക്കുന്നുണ്ട്. ഫിനാൻഷ്യൽ ലോസ് സംഭവിക്കുന്നുണ്ട്. അപ്പം ആനന്ദ് പറഞ്ഞു വരുന്നത് ഈ ലീഡ് മാനേജ്മെന്റ് സിസ്റ്റം വളരെ ഇഫക്റ്റീവായിട്ട് അല്ലെങ്കിൽ ടൈം സെൻട്രിക് ആയിട്ട് നടന്നു കഴിഞ്ഞാൽ കുറേയൊക്കെ ഇങ്ങനെയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അപവാദങ്ങൾ മാറ്റാൻ സാധിക്കുമെന്നാണ് നമുക്ക് തോന്നുന്നത്. ശരി, ഓക്കെ. അപ്പോൾ ഇനി ഞാൻ ഐ വോണ്ട് ടു ആസ്ക് യു, ഈ സാധാരണ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നടത്തുന്ന വ്യക്തിത്വങ്ങൾ അവർ ഒരു ടെക്നോളജിയും കൊമേഴ്ഷ്യൽ സെൻസും കൂടി ഒരു സങ്കരമായിട്ടുള്ള ഒരു ഇതുണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് നല്ല രീതിയിൽ ഇത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഇതിനെ മാർക്കറ്റിംഗ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ടെക്നോളജി മാത്രം അറിയാവുന്ന ആളതിൻ്റെ കൊമേഴ്ഷ്യൽ സെൻസ് ഇല്ലാന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ കൊമേഴ്ഷ്യലി വളരെ ഷാർപ്പായ അക്വിറ്റി ഉള്ള ഒരാൾ ടെക്നോളജി അറിയുന്നതിന് വരുന്ന അപാകതകൾ നമ്മൾ വളരെ കൂടുതലായിട്ട് സ്ഥാപനങ്ങളിൽ കാണാറുണ്ട്. അപ്പോൾ ഈ ടെക്നോളജി കൂടുതൽ അറിയാവുന്ന ആൾക്കാർ വളരെ കൂടുതലായിട്ട് ഗൂഗിൾ ഡാഷ്ബോർഡിലൊക്കെ അവർ വളരെ കൂടുതലായിട്ട് ആശ്രയിക്കുന്നത് കാണാറുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ആനന്ദിൻ്റെ അഭിപ്രായം എന്താണ്? നമ്മൾ ഈ പറഞ്ഞത് വളരെ വാലിഡ് ഒരു പോയിന്റ്. ഈ പലപ്പോഴും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന ടീം അവർക്ക് ഒരു ബഡ്ജറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ബഡ്ജറ്റ് യൂസ് ചെയ്ത് ഏറ്റവും ഒപ്റ്റിമം ആയിട്ടുള്ള ലീഡുകൾ, ഏറ്റവും കുറഞ്ഞ കോസ്റ്റ് പെർ ലീഡിൽ ഏറ്റവും ക്വാളിറ്റി ലീഡ് കൊടുക്കണം എന്നുള്ളതാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ നമ്പേഴ്സ് അറിഞ്ഞുകൂടാ എങ്കിൽ കോസ്റ്റ് പെർ ലീഡ് കയറി പോകാനായിട്ട് സാധ്യത വളരെ കൂടുതൽ. കോസ്റ്റ് പെർ ലീഡ് കയറി പോകുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓവറോൾ ഒരു കസ്റ്റമറെ അക്വയർ ചെയ്യാനുള്ള കോസ്റ്റും അതേപോലെ കൂടിക്കൊടുക്കുകയാണ്. നമ്മൾ ഈ പല കമ്പനികളുടെയും പ്രശ്നങ്ങൾ കാണുമ്പോൾ ഈ യൂണിറ്റ് എക്കണോമിക്സ് അറിയാത്തത് കൊണ്ടാണ് ഇൻവെസ്റ്റേഴ്സ് വരാത്തത്, അല്ലെങ്കിൽ അവരുടെ ക്യാഷ് ഫ്ലോ ഫാസ്റ്റായിട്ട് ബേൺ ആവുന്നത്, അല്ലെങ്കിൽ അൾട്ടിമേറ്റ്ലി അവർ ഫെയിലായി പോകുന്നത് അവർ യൂണിറ്റ് എക്കണോമിക്സ് അറിയാത്തത് കൊണ്ടാണ് നമ്മൾ പറയുന്നത്. കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് കൂടി പോകാനുള്ള ഏറ്റവും വലിയൊരു റീസൺ നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോസ്റ്റിങ്ങിന്റെ ലൈൻ ഐറ്റത്തിൽ നമുക്ക് കൺട്രോൾ ഇല്ലാത്തതാണ്. നമ്മുടെ കോസ്റ്റ് പെർ ലീഡ് കൂടി പോകുന്നു, നമ്മളുടെ കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് കൂടി പോകുന്നു. അപ്പോൾ ടെക്നിക്കലി നമ്മൾക്ക് അറിഞ്ഞുകൂടാ 100 രൂപ കിട്ടുന്ന ഒരു കസ്റ്റമറെ അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 80 രൂപയാണോ സ്പെൻഡ് ചെയ്യുന്നത്, 100 രൂപയാണോ സ്പെൻഡ് ചെയ്യുന്നത്, 120 ആണോ സ്പെൻഡ് ചെയ്യുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. ഈ ഒരു ചലഞ്ച് കറക്റ്റായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ആ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീമിന് വളരെ വലിയ ഒരു ഫിനാൻഷ്യൽ അവയർനെസ് ഉണ്ടാവണം, അല്ലെങ്കിൽ അത് മാനേജ് ചെയ്യുന്ന ആൾക്കത് ഉണ്ടാവണം. ഓക്കെ, ഇതിൽ വേറൊരു ഇത് കാണുന്നത് നമ്മൾ ശരിക്കും ഈ മേഖലയിൽ ഇപ്പോഴും വളരെ എന്താ പറയുക, കൺട്രോൾ പാരാമീറ്റേഴ്സ് കയ്യിലുള്ളത് ഗൂഗിൾ എന്ന സ്ഥാപനത്തിന് തന്നെയാണ്. പലപ്പോഴും നമ്മൾ ആ സ്ഥാപനത്തിൽ തന്നെയാണ് സെർച്ച് ആയാലും അല്ലെങ്കിൽ കോണ്ടന്റ് ആയാലും കൂടുതലായിട്ട് നമ്മൾ ആശ്രയിക്കുന്നത് ഗൂഗിൾ എന്ന സ്ഥാപനത്തിന് തന്നെയാണ്. അതേസമയത്ത് ഗൂഗിൾ എന്ന സ്ഥാപനത്തിൻ്റെ റേസൺ ഡേറ്റ അല്ലെങ്കിൽ അവരുടെ പർപ്പസ് ഓഫ് എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതിൽ നിന്ന് കിട്ടുന്ന റവന്യൂ ആണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഗൂഗിളിൻ്റെ ഒരു ഡാഷ്ബോർഡ് അധിഷ്ഠിതമായി പഠിക്കുമ്പോഴത്തേക്ക് ഗൂഗിൾ നോക്കുന്നത് നമ്മളെ ഒരു ലോങ് ടേം കസ്റ്റമറായിട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യാം എന്നാണ് അവർ നോക്കുന്നത്. നമ്മളിൽ നിന്ന് എത്രത്തോളം ഈൽഡ് കൂട്ടാം, നമ്മളിൽ നിന്ന് എത്രത്തോളം കൂടി ഈൽഡ് കണ്ടിന്യൂ ചെയ്യാം എന്നാഗ്രഹിക്കുന്ന സ്ഥാപനമാണ്. അപ്പം നമ്മൾ അങ്ങനെയുള്ള ഗൂഗിളിൻ്റെ ഡാഷ്ബോർഡ് പരിശോധിക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഡാഷ്ബോർഡിൽ ആശ്രയിച്ച് നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്ക് ആ ഇൻഫ്ലുവൻസ് അവിടെ വരാറുണ്ട്. ഗൂഗിൾ നമ്മളിൽ കൂടുതലായി ഇൻഫ്ലുവൻസ് ചെയ്ത് കൂടുതലായി നമ്മളിൽ നിന്ന് ഈൽഡ് എടുക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാകാറുണ്ട്. ഗൂഗിളിൻ്റെ ആണെങ്കിലും മെറ്റയുടെ ആണെങ്കിലും
എല്ലാവരുടെയും ഡാഷ്ബോർഡ്സിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു PPC ക്യാമ്പയിൻ റൺ ചെയ്യുകയാണ് അല്ലെങ്കിൽ മെറ്റയിൽ ഒരു ലീഡ് ജനറേഷൻ അല്ലെങ്കിൽ ഒരു ബ്രാൻഡിങ് ആഡ് റൺ ചെയ്യുകയാണെങ്കിൽ നമ്മൾ സ്പെൻഡ് ചെയ്തതിന് തുല്യമായിട്ട് എന്ത് റിസൾട്ട് വന്നു എന്ന് വളരെ വ്യക്തമായിട്ട് ഈ ഡാഷ്ബോർഡ്സിൽ പറയുന്നുണ്ട്. പക്ഷേ ഈ ഡാഷ്ബോർഡ്സ് അനലൈസ് ചെയ്യാനും ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കസ്റ്റമർ അക്വിസിഷന്റെ കോസ്റ്റിലേക്ക് ലിങ്ക് ചെയ്യാനും ശ്രമിക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. ഒരു ബിസിനസ് ഓണർ പോയിന്റ് ഓഫ് വ്യൂവിൽ അയാളുടെ മാർക്കറ്റിംഗ് ബഡ്ജറ്റ് 2 ലക്ഷം 3 ലക്ഷം രൂപ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീമിന് കൊടുത്തു. ഈ കൊടുത്തതിന് ശേഷം ഇതിൽ എന്താണ് റിസൾട്ട് കിട്ടിയത് എന്ന് വളരെ വ്യക്തമായിട്ട് ലൈൻ ഐറ്റം ബേസിസിൽ യൂണിറ്റ് ലെവലിൽ എത്രത്തോളം സ്റ്റാർട്ടപ്സ് എത്രത്തോളം SMEs പഠിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡിബേറ്റബിൾ ആയി. അത് ഒരു പക്ഷേ ഇങ്ങനെ സ്ഥാപനങ്ങൾ നടത്തുന്ന വ്യക്തിത്വങ്ങളുടെയോ അല്ലെങ്കിൽ അതിന്റെ മാനേജ്മെന്റിന്റെയോ ടെക്നോളജിയുടെ അറിവിന്റെ അഭാവമായിരിക്കാം. ഒന്ന്. രണ്ട്, പലപ്പോഴും ആ ജെൻ എക്സ് അല്ലെങ്കിൽ ജെൻ വൈ ലെവലിലെ ആൾക്കാരൊക്കെ നോക്കുകയാണെങ്കിൽ അവർ ഇൻറ്റ്യൂഷൻ അല്ലെങ്കിൽ ഗട്ട് ഫീലിങ്സ് അല്ലെങ്കിൽ മാർക്കറ്റ് ഫീഡ്ബാക്ക് അല്ലെങ്കിൽ അതിലൊക്കെയാണ് അവർ കൂടുതലായിട്ട് അവർക്ക് ഇൻഫ്ലുവൻസ് ഉണ്ടാവുക. ഇങ്ങനെ ലൈൻ ഐറ്റം വഴിയായിട്ട് എത്ര കൊടുത്തു, ഈ ലൈൻ എങ്ങനെയാണ്, ഇതിലെത്ര വന്നു, ഈ ക്യാമ്പയിൻ എത്ര വന്നു, ഈ പ്രോസസ്സിൽ എത്ര വന്നു എന്ന് അനലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല, അറിവില്ല. പിന്നെ അതിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡും ഇല്ലാത്ത ഈ ആൾക്കാർക്ക് പലപ്പോഴും അവിടെ അപാകതകൾ പറ്റാറുണ്ട്. ഈ മെട്രിക്സിന്റെ ഒരു ഓണർഷിപ്പ് ഉണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ഒരു ബിസിനസ് ഓണർ പോയിന്റ് ഓഫ് വ്യൂവിൽ അയാളോട് പറഞ്ഞ മാർക്കറ്റിംഗ് ബഡ്ജറ്റ് പുള്ളി അപ്രൂവ് ചെയ്തു. ഫിനാൻസ് ടീമിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ 2 ലക്ഷം രൂപ ബഡ്ജറ്റ് ഇട്ടു. 2 ലക്ഷം രൂപയ്ക്ക് അകത്ത് നിന്നു. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീമിന് 2 ലക്ഷം രൂപ കൊടുത്തു. അവരോട് ഇത്ര റീഡുകൾ ജനറേറ്റ് ചെയ്ത് തരാൻ പറഞ്ഞു. പക്ഷെ ആർക്കാണ് നമ്മൾ കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റിന്റെ ആസ് എ പെർസെൻറ്റേജിന്റെ മെട്രിക്സിന്റെ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടബിലിറ്റി കൊടുത്തേക്കുന്നത്? ഇതൊരു വളരെ വലിയൊരു പോയിന്റ്. കാരണം ആ ഒരാളോടാണ് നമ്മൾ ചോദിക്കേണ്ടത് ഇത് കൂടി പോകുന്നുണ്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 100 രൂപയുടെ ഒരു കസ്റ്റമർ അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് 120 രൂപ സ്പെൻഡ് ആക്കുന്നുണ്ടോ? ആ മെട്രിക്സ് കറക്റ്റായിട്ട് അറ്റ്ലീസ്റ്റ് ഒരു മാസത്തിലെങ്കിലും പഠിച്ച് കറക്റ്റ് മെഷേഴ്സ് എടുത്തില്ലെങ്കിൽ ലീഡുകൾ വരുന്നുണ്ട്, കോസ്റ്റ് പെർ ലീഡ് കൂടി പോകുന്നുണ്ട്. ടെക്നിക്കലി ഒരു പോയിന്റിൽ നോക്കുമ്പോഴത്തേക്കും കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് ചിലപ്പോൾ 50% 60% ആയിരിക്കും. ഈ കോസ്റ്റ് പറയും 10% 20% നിൽക്കേണ്ട CAC ആണിത്. അതിലാണ് അത് തന്നെയാണ് ഞാൻ ചോദിക്കാനുള്ളത്. അതായത്